അത്രയും. തൃശ്ശൂരിൽ BJPക്ക് എത്രത്തോളം സാധ്യതയുണ്ട്? അതായത് ഈ തൃശ്ശൂരെന്നല്ല, സ്നേഹമാണ് എല്ലാവരോടും. സ്നേഹമൊന്നുമില്ല. പ്രചരണം നടത്തി അപ്പോൾ എത്രത്തോളം ഒരു പ്രതീക്ഷയുണ്ട്? പ്രധാനമന്ത്രി പ്രചരണമല്ല, അല്ല, രണ്ടാമത്തെ സന്ദർശനം പ്രധാനമന്ത്രി അല്ല, അദ്ദേഹം വന്നത് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുമല്ലോ. സ്വാഭാവിക താങ്കളോടുള്ളൊരു സ്നേഹം കൂടിയാണല്ലോ വന്നിട്ടുണ്ടാവുക. അല്ല അതിപ്പം ഞാനാണെന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞത് താങ്കളോടുള്ളൊരു സ്നേഹം. തൃശ്ശൂർ പോലെ അദ്ദേഹം പല മണ്ഡലങ്ങളിലും പോകുന്നു. തമിഴ്നാട്ടിൽ എത്രയോ മണ്ഡലങ്ങളിൽ പോയി. അല്ലേ, അത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ അദ്ദേഹത്തിന് അവകാശമുണ്ട്, അദ്ദേഹം ചെയ്യുന്നു, അത്രയും. തൃശ്ശൂരിൽ BJPക്ക് എത്രത്തോളം സാധ്യതയുണ്ട്? അതായത് ഈ തൃശ്ശൂരെന്നല്ല, ഇന്ത്യയിൽ എത്രത്തോളം സാധ്യതയുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്ന് എത്ര മണ്ഡലങ്ങൾ വരുന്നു, അതിനെക്കുറിച്ച് മാത്രമേ ഞങ്ങൾ നോക്കുന്നുള്ളൂ. ഇത്തവണ എന്തായാലും നമ്മൾ പിടിച്ചിരിക്കും. ഇപ്പോ സംസ്ഥാന ബജറ്റ് അല്ല, ഈ കേന്ദ്ര പദ്ധതികൾ പലപ്പോഴും സംസ്ഥാനത്ത് കേന്ദ്രത്തിന് ക്രെഡിറ്റ് കൊടുക്കാത്തൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഈ സന്ദർശനങ്ങളൊക്കെ. നമുക്ക് ആരോപണങ്ങളൊക്കെ, അവരുടെ ആരോപണങ്ങൾക്ക് പ്രത്യാരോപണങ്ങളും. അവരുടെ ഏറ്റവും വലിയൊരു ആരോപണം സുപ്രീം കോടതിയിൽ ഒടിഞ്ഞു വീണല്ലോ. അതിനപ്പുറം സ്നേഹമാണ് എല്ലാവരോടും. സ്നേഹമൊന്നുമില്ല. എന്തിനു സ്നേഹം? ഇങ്ങോട്ട് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് ഉള്ളൂ. അതങ്ങനെ തന്നെ. സാറേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജനസഭാ പരിപാടി ഉണ്ടായിരുന്നല്ലോ തൃശ്ശൂർ കോൺഗ്രസിന്റെ. അതില് വീരസാവർക്കർ എന്തായാലും തൃശ്ശൂർ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അല്ല, വീരസാവർക്കർ എന്തായാലും തൃശ്ശൂർ ജയിക്കാൻ പറ്റില്ല പറയും. പിന്നല്ലാതെ വീരസാവർക്കർ ജയിക്കും വന്നാൽ എന്ന് അവർ പറയൂ? ഇല്ലല്ലോ, പറയില്ല. അവരുടെ അങ്ങനെ പ്രതീക്ഷിക്കണം. അത് ജനങ്ങളാണ് പറയുന്നത്. വീർ സവർക്കർ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളത് ജനങ്ങളാണ് പറയുന്നത്.